റാപ്പർ വേടന് പുതിയ കേസ്. ഫോറസ്റ്റുകാരാണ് ആ കേസ് എടുത്തിരിക്കുന്നത്. ഇന്നലെ റാപ്പർ വേടനെ തൃപ്പൂണിത്തുറ പോലീസ് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ യേശുദാസ് അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളെല്ലാം കേട്ടു. ഹിരൺദാസ് മുരളി എന്ന തൃശ്ശൂരുകാരനാണ് വേടൻ എന്ന രീതിയിൽ ഡാൻസുകളും പാട്ടുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വളരെ പോപ്പുലറാണ് ഇപ്പം. കാരണം റാപ്പർ വേടൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ 2021 മുതൽ അദ്ദേഹം സ്റ്റേജ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒരു പാട്ടാണ് അദ്ദേഹത്തിനെ പ്രസിദ്ധനാക്കിയത്. അതൊരു ഹിറ്റ് സംഗീതമാണ്, വളരെ പോപ്പുലറാണ്. അത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. അതിൻ്റെ പാട്ട് ട്യൂൺ ചെയ്തത് അദ്ദേഹം തന്നെ. മൈക്കിൾ ജാക്സനെ പോലെ ഒരു ചില സ്റ്റേജുകളിൽ അദ്ദേഹം പാടി താർക്കുന്നത് നമ്മൾ കണ്ടു. ഷർട്ട് ഇടാറില്ല, പക്ഷെ ഒരു മാലയുണ്ട്, അതിലൊരു പുലിനഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസർ എഴുതിയത് ഇപ്പം 7 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തപ്പം അദ്ദേഹം ലഹരിക്കടിമയാണെന്ന് സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ 7-8 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ലഹരി കടിക്കാനുള്ള പ്രാരംഭമായിരുന്നു. അതുകൊണ്ട് 27 NDPS ആക്റ്റും 29 NDPS ആക്റ്റും വകുപ്പുകളിൽ അവർ കുറ്റക്കാരാണ്. ഒരു 7 ഗ്രാമിനകം ഉള്ളത് കൊണ്ട് NDPS ആക്ട് 27 പ്രകാരം അത് ഒരാളുടെ ഉപയോഗത്തിനുള്ള കൂടുതലുള്ള ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് വെയിലബിൾ ആണ്, ജാമ്യം കിട്ടും. 29 ഇങ്ങനെ ക്രിമിനൽ ഗൂഢാലോചന, ലഹരി കഴിക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചന നടത്തിയാൽ അത് 8-9 പേർ അവിടെയുണ്ട്, അതും കുറ്റകരമാണ്. അത് സെക്ഷൻ 29 NDPS ആക്റ്റാണ്. പക്ഷേ ജാമ്യം കൊടുത്ത് അദ്ദേഹത്തിന് വിടാൻ തുടങ്ങിയപ്പം അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള പുലിനഖം അത് കണ്ടപ്പം അത് ഒറിജിനൽ പുലിനഖമാണെന്ന് ഫോറസ്റ്റ് സർട്ടിഫൈ ചെയ്ത് ഫോറസ്റ്റ് കേസെടുത്തു ഇദ്ദേഹത്തിൻ്റെ പേരിൽ. പുലിനഖം ആയതുകൊണ്ട് ജാമ്യമില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു സുഹൃത്ത്, മലേഷ്യയിലുള്ള സുഹൃത്താണ്, അയാൾ തന്നതാണ്. അത് ചെന്നൈയിൽ വെച്ച് കഴിഞ്ഞ വർഷം കിട്ടിയതാണ്. അത് ഇന്ത്യൻ ഒറിജിനൽ അല്ല, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൻ്റെ പരിധിയിലും വരാനൊക്കില്ല എന്നാണ് ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും നോൺ വെയിലബിൾ ആണ് ആ ഒഫൻസ്, പുലിനഖമാണ്, ഒറിജിനലാണ്, അതിന് മാറ്റമില്ല എന്ന് അവർ പരിശോധന കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും റാപ്പർ എന്ന് പറയുന്ന ഈ ഇദ്ദേഹം പൊതുവെ വേടൻ എന്ന് പറയുന്നാലേ മനസ്സിലാവുള്ളൂ. ആ റാപ്പർ വേടൻ്റെ പല ഷോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഷോയിൽ ഇടയ്ക്ക് അദ്ദേഹം ലഹരിക്കെതിരായിട്ട് സംസാരിക്കും. സിന്തറ്റിക് ലഹരി കഴിക്കരുത് കുട്ടികളെ, മക്കളെ എന്ന് പറഞ്ഞ് ചൊള്ളിച്ചാടും. അതൊരു പിശാചാണ്, നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണം എന്ന് പറയുന്ന ആ വ്യക്തി ലഹരിക്ക് അടിമയില്ലെന്നാണ് പൊതുവെ വിചാരിച്ചിരുന്നത്. ഇപ്പോഴത്തെ റെയ്ഡോടുകൂടി അദ്ദേഹം ലഹരിക്കാരനാണെന്ന് കൃത്യമായി. അദ്ദേഹത്തിന് 2 മുഖമുണ്ട് എന്നാണ് ഞാൻ പല സന്ദർഭത്തിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥം മുഴുവൻ നല്ലൊരു റാപ്പർ സംഗീതജ്ഞനാണ്. പക്ഷെ അദ്ദേഹം താൻ കീഴ്ജാതിക്കാരനാണ്, അതുപോലെ താൻ അവഗണിക്കപ്പെട്ടയാളാണ്, ആ വർഗമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അത് ഈ സംഗീതത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പറയുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കാണാം. അതിന് തടസ്സമില്ല, അത് പറഞ്ഞോട്ടെ, അത് പറയാനുള്ള അവകാശമുണ്ട്, ഭരണഘടന അനുസരിച്ച് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കുട്ടികളെ ഈ സിന്തറ്റിക് ഡ്രഗ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അതിന് വിധേയനാണ്, അത് സ്ഥിരമായിട്ട് കഴിക്കുന്നയാളാണെന്ന് ഇപ്പം മനസ്സിലായി. സർക്കാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു റാപ്പർ ഷോ കനകക്കുന്ന് കൊട്ടാരത്തിൽ നടത്തി. വളരെയധികം ആൾക്കാർ, അവിടെ 10-20,000 പേര് അവിടെ ഉൾക്കൊള്ളുന്ന സ്ഥലം കഷ്ടിച്ച് ഒരു 10,000 പേര് ഇരിക്കുന്നുള്ളൂ. 20,000 അല്ല 50,000 പേരോളം വന്നു എന്നാണ്. പോലീസ് 3-4 അദ്ദേഹത്തിൻ്റെ ഗാനം കഴിഞ്ഞപ്പം അവിടുന്ന് ആ ഷോ പിരിച്ചുവിട്ടു. കാരണം ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാവും, പോലീസിന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആ ഷോ നിർത്തിക്കുകയും ചെയ്തു. ഗവൺമെൻറ് ഇപ്പം ഇടുക്കി ജില്ലയിലെ ഗവൺമെൻറ് ഒരു പ്രോഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ റാപ്പർ വേടൻ്റെ ഷോ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പിൻവലിക്കുകയും ചെയ്തു. കാരണം ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കഞ്ചാവ് ലഭിച്ചതോടുകൂടി ഗവൺമെൻറ് ആ സംരംഭത്തിൽ നിന്ന് പിൻവാങ്ങിയതായിട്ടാണ് ഇപ്പം മറ്റേ. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ പുലിനഖം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു കേസ്
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വെയിലബിൾ ആണ് എങ്കിൽ തന്നെയും ഇനി അതിൻ്റെ സാങ്കേതിക കാരണം നിയമപരമായ പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. എന്തായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് പോലീസ് ജാമ്യത്തിൽ വിട്ടെങ്കിലും ഫോറസ്റ്റ് കേസെടുത്തിട്ടുണ്ട്. അവര് എപ്പോഴാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 9.5 ലക്ഷം രൂപ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ടെടുത്ത രൂപ തൻ്റെ കൂടെയുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ളതാണ് എന്ന് പറയുന്നെങ്കിലും അതിനോടൊന്നും യോജിക്കാൻ നമുക്ക് കഴിയില്ല. ഈ സംഗീതത്തെപ്പറ്റി അദ്ദേഹം സംഗീതത്തിന്റെ ഇടയ്ക്ക് സ്റ്റേജിലിരുന്ന് തന്നെ ജാതിപരമായി അധിക്ഷേപിച്ച കാര്യങ്ങളും താൻ പിന്നോക്കക്കാരനാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സിലോൺകാരനാണ്. സിലോണിലെ കുറെ അധികം തമിഴ് വംശരെ തമിഴ്നാട്ടിലും കേരളത്തിലും കുടിയിരുത്തിയിട്ടുണ്ട്. അവിടെ നെടുമങ്ങാട് താലൂക്കിലും പത്തനംതിട്ട താലൂക്കിലും അതുപോലെ കൊല്ലം താലൂക്കിലൊക്കെ ഇവരെ കുടിയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു 3ാം തലമുറയിൽപ്പെട്ട ആളാണ് ഈ റാപ്പർ വേടൻ എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അത് തന്നെയല്ല, സംഗീതത്തിന് ജാതിയില്ല മതമില്ല എന്ന് ഇന്നലത്തെ ഒരു ചർച്ചയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരു ചർച്ചയിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സംഗീതത്തിന് ജാതി മതമില്ല എന്ന് പറഞ്ഞതിൽ കാവാലം ശ്രീകുമാർ ഉണ്ടായിരുന്നു. ഗായകനായ MG ശ്രീകുമാർ അത് തന്നെ പറഞ്ഞു. ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണനും ആ കാര്യം തന്നെ പറഞ്ഞു. ജാതി മത ചിന്തകളൊന്നും ഗാനത്തിൽ സംഗീതത്തിൽ ഇല്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. അതിൻ്റെ അതേ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. കാരണം ആ കഥകളി പദങ്ങളിലൊക്കെ നമുക്കറിയാം സംഗീതം. ആ കഥകളിയിലെ ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൽപ്പെട്ട്. ഇതിൻ്റെ പേര് ഹമീദ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. റഷീദ് എന്നും ഹമീദ് എന്നും കണ്ട അദ്ദേഹത്തിൻ്റെ കഥകളി സംഗീതം നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ കേട്ടിരിക്കും. ശ്രുതി മധുരമായ സംഗീതമാണ് ഒഴുകി വരുന്നത്. അദ്ദേഹത്തിൻ്റെ വോയിസ് അങ്ങനെയാണ്. അവിടെ അദ്ദേഹം മുസ്ലിമാണ് എങ്കിലും അദ്ദേഹം കഥകളിയുടെ ഒപ്പമാണ് അദ്ദേഹത്തിന് സഞ്ചരിച്ചതും അദ്ദേഹം ജീവിത രീതി അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ലോകോത്തരമായ ആ കലയുടെ ആ സംഗീതം എല്ലാ സ്റ്റേജുകളിലും അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. ആ സംഗീതം അദ്ദേഹം ആലാപിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ അദ്ദേഹത്തിൻ്റെ ആ കഥകളി സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഗീതത്തിന് ഒരിക്കലും ജാതി മത ചിന്തം നിറം ഒന്നുമില്ല. അപ്പോൾ അത് ഇന്നലെ ആ പ്രശസ്ത സംഗീതജ്ഞരെല്ലാവരും അത് അഭിപ്രായം പറയുകയും ചെയ്തു. അതുകൊണ്ട് റാപ്പർ വേടന്റെ ഈ രീതിയിലുള്ള പ്രവർത്തനത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് 2 മുഖം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ഏതായാലും ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഏതായാലും വേടൻ കേരളത്തിലെ 2021 മുതൽ പൊതുവേദികളിലെ കുറേ അധികം ആൾക്കാരെ അദ്ദേഹം വിളിച്ചു കൂട്ടും. കാരണം അദ്ദേഹത്തിൻ്റെ സംഗീതം കേൾക്കാൻ ചെറുപ്പക്കാരായ കുട്ടികൾ ധാരാളം പേര് വരുന്നുണ്ട്. അദ്ദേഹം സ്റ്റേജിൽ തുള്ളിച്ചാടുമ്പം കാണികളായിട്ട് വന്ന കുട്ടികളും തുള്ളിച്ചാടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ആ സംഗീതത്തിനോട് എതിർപ്പില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തോടും അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖത്തോടും ആണ് പൊതുവായ എതിർപ്പ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള സംസാരങ്ങളില്ലാതെ ശുദ്ധ സംഗീതം സ്റ്റേജിൽ അവതരിപ്പിച്ചോളൂ. അതിന് യാതൊരു തടസ്സവും കേരളത്തിലുള്ളവർക്കില്ല. മലയാളികളെല്ലാം ജാതി മത നിറ വ്യത്യാസമില്ലാതെ അത് ആസ്വദിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.